നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്ലോഷർ. നമ്മൾ ഡേറ്റാബേസ് ഡിസൈനിനകത്ത് അനോമലീസും നോക്കി, ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും നോക്കി, അതിൽ ഇൻഫറൻസ് റൂൾസ്, ആംസ്ട്രോങ്സ് ആക്സിയോംസ് എന്തൊക്കെയാണെന്ന് നോക്കി, അതിൽ നിന്ന് വെച്ച് ചെയ്ത് ഇൻഫറൻസ് റൂൾസ് യൂസ് ചെയ്ത് ഓരോ ഡിപ്പെൻഡൻസീസ് അതിൽ നിന്ന് വാലിഡ് ആയിട്ടുള്ളതിനെ കണ്ടുപിടിക്കുന്നതും പ്രൂഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ നമ്മളൊരു കാര്യം പറഞ്ഞു, ക്ലോഷർ ഓഫ് FT. F ഈസ് എ സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണെങ്കിൽ എഫ് ക്ലോഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലോഷർ ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിൽ നിന്നും ഇൻഫറൻസ് റൂൾസ് യൂസ് ചെയ്ത് നമുക്ക് ഏതെല്ലാം സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് കണ്ടുപിടിക്കാൻ പറ്റുമോ അതിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു കംപ്ലീറ്റ് സെറ്റാണ് നമ്മളുടെ ക്ലോഷർ ഓഫ് എഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഫ് ക്ലോഷർ എന്ന് പറയുന്നത്. ഇൻഫറൻസ് റൂൾസ് യൂസ് ചെയ്ത് വാലിഡ് ആയിട്ടുള്ള ഏതെല്ലാം ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് കണ്ടുപിടിക്കാൻ പറ്റുമോ അതിൻ്റെ എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും കൂടെ ഉള്ള ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ് ക്ലോഷർ ഓഫ് എഫ് എന്ന് പറയുന്നത്. ഇതൊന്നും നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടി വരത്തില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്ന വേറൊരു കാര്യമാണ് ക്ലോഷർ ഓഫ് ആൻ ആട്രിബ്യൂട്ട്. നമുക്കൊരു റിലേഷനകത്ത് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിൽ നിന്ന് വേറൊരു സെറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് അതിൻ്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആരും പറയുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഒരു ആട്രിബ്യൂട്ടിൻ്റെ ക്ലോഷർ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും. നമുക്കങ്ങനെ ഡയറക്റ്റ്ലി ക്ലോഷർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും വരും, അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യന് ക്ലോഷർ കണ്ടുപിടിച്ച് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ടാവും, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ എന്തായാലും ക്ലോഷർ എന്ന് പറയുന്നത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു ആട്രിബ്യൂട്ടിൻ്റെ ക്ലോഷർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈവൻ ഇനി അങ്ങോട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്ന സമയത്തും പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഡേറ്റാബേസ് റിലേറ്റ് ചെയ്ത് വരുന്ന പല കാര്യങ്ങളിലും നമുക്ക് ചിലപ്പോൾ മിക്കവാറും ഒക്കെ ഈ ക്ലോഷർ എന്ന് പറയുന്ന എൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമായിട്ട് വരും. അതായത് വേറെ പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ ക്ലോഷർ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഈ ഒരു ആട്രിബ്യൂട്ടിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത്? ഇത് സെറ്റ് ഓഫ് ഓൾ ആട്രിബ്യൂട്ട്സ് വിച്ച് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം എ ഗിവൺ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അതായത് എ ഡിറ്റർമിൻസ് സി ഉണ്ട്, എ ഡിറ്റർമിൻസ് ഡി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് ബിയും ഉണ്ട്, ഡിയും ഉണ്ട്, എയും ഉണ്ട്. എ യൂസ് ചെയ്ത് എ ഡിറ്റർമിൻസ് എ എന്നുള്ളത് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ്. റിഫ്ലെക്സിവിറ്റി റൂൾ യൂസ് ചെയ്തത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറയത്തില്ല. സോ നമ്മൾ ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എ ഡിറ്റർമിൻസ് സി എന്നുള്ളതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ക്ലോഷർ എന്ന് പറയുന്നത് എയും സിയും ആണ്. എ ഡിറ്റർമിൻസ് സിയും ഉണ്ട്, എ ഡിറ്റർമിൻസ് ഡിയും ഉണ്ട് എങ്കിൽ എയുടെ ക്ലോഷർ എന്ന് പറയുന്നത് എയും സിയും ഡിയും ആണ്. എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ E=PQRSTU. അതിനകത്തുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്നേക്കുന്നതാണ്. Q എന്നുള്ള ആട്രിബ്യൂട്ടിൻ്റെയും QR എന്ന് പറയുന്ന സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടിൻ്റെയും P എന്നുള്ള ആട്രിബ്യൂട്ടിൻ്റെയും ക്ലോഷർ കണ്ടുപിടിക്കണം. നമുക്കൊരു സിംഗിൾ ആട്രിബ്യൂട്ട് തന്നെ വേണമെന്നില്ല. ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് വന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ക്ലോഷറും എന്താണെന്ന് ചോദിക്കാം. അതായത് ആ ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഏതെല്ലാം ആട്രിബ്യൂട്ട് വാല്യൂസ് ഉണ്ടോ ആ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് അതിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത്. ആ ആട്രിബ്യൂട്ടിൻ്റെ ക്ലോഷർ അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടിൻ്റെ ക്ലോഷർ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ Q ക്ലോഷറാണ് നീ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആദ്യം ഇതിനൊരു അൽഗോരിതം ഉണ്ട്. ഈ അൽഗോരിതം ലാസ്റ്റ് നമുക്ക് പറയാം. ചിലപ്പോൾ അൽഗോരിതം ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. ഒരു ലാസ്റ്റ് സ്ലൈഡിൽ ഞാൻ അൽഗോരിതം പറയുന്നുണ്ട്. അതിന് മുന്നേ എക്സാമ്പിൾ നോക്കിയാൽ മതി. എക്സാമ്പിൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അതെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അത് യൂസ് ചെയ്ത് അൽഗോരിതം അങ്ങ് സ്റ്റെപ്പായിട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ ഒരു Q എന്നുള്ള ആട്രിബ്യൂട്ടിൻ്റെ ക്ലോഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ Q ക്ലോഷറിനകത്ത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ടോ ഇല്ലയോ എന്ന്, എന്തൊക്കെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ടെന്ന് തന്നെ അറിയേണ്ട. Q എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് Q ക്ലോഷറിനകത്തുണ്ട്. അതാണ് ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്പ്. റിഫ്ലെക്സിവിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്ത് Q എന്ന് പറയുന്ന കാര്യം എന്തായാലും അതിനകത്ത് വരും. Q ഡിറ്റർമിൻസ് Q എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും റിഫ്ലെക്സിവിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്ത്. സോ Q ക്ലോഷറിനകത്ത് എന്തായാലും Q വരും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഡിപ്പെൻഡൻസി നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്ന് നോക്കുക. നമ്മളതിനകത്ത് Q ഡിറ്റർമിൻസ് എന്ന് പറഞ്ഞ് വരുന്ന ഏതൊക്കെ ഉണ്ട്? QR ഡിറ്റർമിൻസ് എന്ന് പറയുന്നതുണ്ട്. QR ഡിറ്റർമിൻസ് S.
അത് ക്യൂ ആർ എന്നുള്ളത് നമുക്കറിയത്തില്ല. ക്യൂ ഡിറ്റർമിൻസ് ടി ഉണ്ട്. സോ അത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടി ക്യാൻ ബി ഡിറ്റർമിൻസ് യൂസിങ് ക്യൂ എന്നുള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ ക്യൂ ക്ലോഷറിനകത്ത് ക്യൂവും ടിയും വരും. നെക്സ്റ്റ് ക്യൂ ആർ ഡിറ്റർമിൻസ് യു. ആർ അറിയത്തില്ല, ആർ നമ്മളിലില്ല. പി ആർ ഡിറ്റർമിൻസ് യു. സോ വേറൊന്നുമില്ല. അപ്പോൾ ക്യൂ ക്ലോഷർ എന്ന് പറയുന്നത് സെറ്റ് ക്യൂ ആൻഡ് ടി. അപ്പം ക്യൂവും ടിയും ആണ് രണ്ട് ആട്രിബ്യൂട്ട്സ് വിച്ച് ക്യാൻ ബി ഡിറ്റർമിൻസ് യൂസിങ് ആട്രിബ്യൂട്ട് ക്യൂ. സോ ക്യൂ ക്ലോഷർ കണ്ടെയ്ൻസ് ക്യൂ ആൻഡ് ടി. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യൂ ആർ ക്ലോഷർ. ക്യൂ ആർ ക്ലോഷർ എന്ന് വെച്ചാൽ അതിൻ്റെ സബ്സെറ്റുകളെല്ലാം, അതായത് ആ ആട്രിബ്യൂട്ട് അതിൻ്റെ ക്ലോഷറിനകത്ത് വരും റിഫ്ലെക്സിവിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്ത്. ഇപ്പോൾ ക്യൂ ആർ ക്ലോഷർ എന്ന് പറയുമ്പോൾ സെറ്റ് ക്യൂവും ആറും അതിനകത്തുണ്ട്. ഇപ്പോൾ ക്യൂവും ആറും യൂസ് ചെയ്ത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നതെല്ലാം, പി ഡിറ്റർമിൻസ് ക്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല, പി ഡിറ്റർമിൻസ് ആർ എടുക്കാൻ പറ്റത്തില്ല, ക്യൂ ആർ ഡിറ്റർമിൻസ് എസ് ഉണ്ട്, ക്യൂ ഡിറ്റർമിൻസ് ടി ഉണ്ട്, ക്യൂ ആർ ഡിറ്റർമിൻസ് യു ഉണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ക്യൂവും ആറും നമ്മൾ യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നില്ല. ആർ ഡിറ്റർമിൻസ് സംതിങ്, ക്യൂ ഡിറ്റർമിൻസ് സംതിങ്, അങ്ങനെ സെപ്പറേറ്റ്ലി ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ക്യൂ ഡിറ്റർമിൻസ് ടി എനിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ക്യൂ ആർ ടി എന്നുള്ളത് കിട്ടും. ക്യൂ ആർ ഡിറ്റർമിൻസ് എസ് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ സെറ്റിനകത്ത് എസ്സും കൂടെ വരും. ക്യൂ ആർ ടി എസ് എന്നുള്ളതാകും. ക്യൂ ആർ ഡിറ്റർമിൻസ് യു യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്ലോഷറിനകത്ത് ക്യൂ ആർ ടി എസ് യു ഇത്രയും ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ഇനി വേറെ ഏതെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ക്യൂ ആർ ക്ലോഷറിനകത്ത് ഏതെല്ലാം വരും? ക്യൂ ആർ ടി എസ് ആൻഡ് യു. ഇത്രയും സെറ്റാണ് ക്യൂ ആർ ക്ലോഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പി ക്ലോഷർ. പി ക്ലോഷർ എന്ന് പറയുമ്പോൾ പി ഡിറ്റർമിൻസ് ക്യൂ ഉണ്ട്. പി ഡിറ്റർമിൻസ് പി എന്നുള്ള റിഫ്ലെക്സിവിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്ത് അതിൻ്റെ സെറ്റിനകത്ത് പി വരും. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് പി ഡിറ്റർമിൻസ് ക്യൂ എന്ന് പറയുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ ക്യൂ എന്നുള്ളതും അതിൻ്റെ ക്ലോഷറിനകത്ത് വരും. പി ഡിറ്റർമിൻസ് ആർ ഉണ്ട്. അപ്പോൾ പി ക്യൂ ആർ എന്നാവും ക്ലോഷർ. അടുത്ത ക്യൂ ആർ ഡിറ്റർമിൻസ് എസ് എന്നുള്ളതുണ്ട്. അതെനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ ബാക്കി സ്റ്റെപ്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്ത് മനസ്സിലായി? അതായത് ഇനി അടുത്ത് നോക്കുന്നത് പി ഡിറ്റർമിൻസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് മാത്രമല്ല. അതായത് നമുക്കിപ്പോൾ ഒരു സെറ്റ് ഓഫ് ഒരു പി ഡിറ്റർമിൻസ് അല്ലെങ്കിൽ പി ക്ലോഷർ എന്ന് പറയുന്നത് ഒരു ഇനിഷ്യൽ സെറ്റ് പി ആണ്. പി എന്താണോ ക്ലോഷർ കണ്ടുപിടിക്കേണ്ടത് ആ സെറ്റെല്ലാം അതിനകത്തുള്ള ആ ആട്രിബ്യൂട്ട്സ് എല്ലാം ആ ക്ലോഷറിനകത്ത് വരും. ആ ക്ലോഷറിനകത്ത് ഏതെല്ലാം ആട്രിബ്യൂട്ട്സ് ഉണ്ട് അത് യൂസ് ചെയ്ത് ഏതെല്ലാം ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ടാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പായ സെറ്റ് പി എന്നുള്ളതിൽ നിന്നാണ് സെറ്റ് പി ക്യു ഉണ്ടാകുന്നത്. സെറ്റ് പി ക്യൂവിൽ നിന്നാണ് സെറ്റ് പി ക്യു ആർ കണ്ടുപിടിക്കുന്നത്. സെറ്റ് പി ക്യു ആറിൽ നിന്നാണ് സെറ്റ് പി ക്യു ആർ എസ് കണ്ടുപിടിക്കുന്നത്. അതായത് പി ക്യു ആർ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട് എങ്കിൽ ആ പി യൂസ് ചെയ്തോ ക്യൂ യൂസ് ചെയ്തോ ആർ യൂസ് ചെയ്തോ പി ക്യു യൂസ് ചെയ്തോ ക്യു ആർ യൂസ് ചെയ്തോ പി ആർ യൂസ് ചെയ്തോ ഏത് യൂസ് ചെയ്തായാലും അതായത് പി ക്യു ആർ ഒരുമിച്ച് യൂസ് ചെയ്തോ എങ്കിലും ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ആട്രിബ്യൂട്ട്സ് എല്ലാം നമുക്ക് ഇതിൻ്റെ ക്ലോഷറിൽ ചേർക്കാം. അങ്ങനെയാണ് പി ക്യു എന്നുള്ള സെറ്റ് കഴിഞ്ഞതിന് ശേഷം പി ക്യു ആർ ക്രിയേറ്റ് ചെയ്തു. അത് പി മാത്രം യൂസ് ചെയ്താലും മതി. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യു ആർ ഡിറ്റർമിൻസ് എസ് യൂസ് ചെയ്താണ് പി ക്യു ആർ എസ് എന്നായത്. കാരണം മുകളിലത്തെ പി ക്യു ആർ എന്ന് പറയുന്ന ആ സെറ്റിനകത്ത് നിന്ന് ഏതെങ്കിലും ആട്രിബ്യൂട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ആയാലും അത് അതിൻ്റെ ക്ലോഷറിൽ വരും എന്നാണ്. നമ്മൾ മുകളിലത്തെ സ്റ്റെപ്പിലുള്ള സെറ്റിൽ ഏതെല്ലാം ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അതിൽ നിന്നും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ബാക്കി ആട്രിബ്യൂട്ട്സുകളെല്ലാം അതിൻ്റെ ക്ലോഷറിലോട്ട് ആഡ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ക്യു ആർ ഡിറ്റർമിൻസ് എസ്സും നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. ഇനി പി ക്യു ആർ എസ് എന്നുള്ള സെറ്റിൽ യൂസ് ചെയ്ത് ഏതെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇതിനകത്ത് വരും. ക്യൂ ഡിറ്റർമിൻസ് ടി എന്നുള്ളത് യൂസ് ചെയ്യാം. ക്യു ആർ ഡിറ്റർമിൻസ് യുവും പി ആർ ഡിറ്റർമിൻസ് യു എല്ലാം യൂസ് ചെയ്യാം. അത് ഏത് യൂസ് ചെയ്താലും യു എന്നുള്ളത് അതിനകത്ത് വരും. അപ്പോൾ പി ക്യു ആർ എസ് ടി യു ഇതെല്ലാം പി ക്ലോഷറിനകത്ത് വരും. ഓക്കെ,
അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ക്യൂ ക്ലോഷർ എന്ന് പറയുന്നത് സെറ്റ് ക്യൂ ടി, ക്യൂ ആർ ക്ലോഷർ എന്ന് പറയുന്നത് ക്യൂ ആർ ടി എസ് യു, പി ക്ലോഷർ എന്ന് പറയുന്നത് പി ക്യൂ ആർ എസ് ടി യു. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ പറയാൻ പറ്റുന്ന ഒരു ഇത്, എന്തിനാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്? ഈ ക്ലോഷർ, ആട്രിബ്യൂട്ട് ക്ലോഷർ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് സൂപ്പർ കീ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് എൻ്റെ തന്നിട്ട് ഈ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഈ ഒരു റിലേഷൻ്റെ സൂപ്പർ കീ ആണോ എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ ആണോ പ്രൈമറി കീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലോഷർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലോഷർ യൂസ് ചെയ്ത് എനിക്ക് കിട്ടുന്ന ആൻസർ, എൻ്റെ ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആ റിലേഷനകത്തുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഈസ് എ റിലേഷൻ ഹാവിങ് ആട്രിബ്യൂട്ട്സ് പി ക്യു ആർ എസ് ടി ആൻഡ് യു എന്നുള്ളത് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇവിടെ പി ക്ലോഷർ കണ്ടുപിടിച്ചപ്പോൾ അതിനകത്ത് വന്ന ആൻസർ എന്ന് പറയുന്നത് എൻറ്റയർ ആട്രിബ്യൂട്ട്സ് ആണ്. ആ റിലേഷനകത്തുള്ള കംപ്ലീറ്റ് ആട്രിബ്യൂട്ട്സും അതിൻ്റെ ക്ലോഷറിനകത്തുണ്ട്. അതിൻ്റെ അർത്ഥം പി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് എനിക്ക് ബാക്കി എല്ലാ ആട്രിബ്യൂട്ട്സിൻ്റെയും വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആണ്. സൂപ്പർ കീ എന്നേ പറയാൻ പറ്റുള്ളൂ. കാൻഡിഡേറ്റ് കീ എന്നോ പ്രൈമറി കീ എന്നോ പറയാൻ പറ്റത്തില്ല. സൂപ്പർ കീയിൽ അതിൻ്റെ ബാക്കി സബ്സെറ്റ് ഉണ്ടോ, പ്രൈമറി കീ തന്നെയാണോ, ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീ ഉണ്ടോ, അതെല്ലാം നോക്കിയേ നമുക്ക് കാൻഡിഡേറ്റ് കീയും പ്രൈമറി കീ എല്ലാം പറയാൻ പറ്റുള്ളൂ. നമുക്ക് ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്നത് സൂപ്പർ കീ ആണോ അല്ലയോ എന്നുള്ളത് പറയാം. ഡിറ്റർമിൻ ചെയ്യും ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സും കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു സൂപ്പർ കീ ആണ് എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ പി എന്ന് പറയുന്നത് സൂപ്പർ കീ ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, 6 എന്ന് പറഞ്ഞൊരു റിലേഷൻ തന്നിട്ടുണ്ട്. ഇ ഐ ഡി, ഇ നെയിം, ഇ സിറ്റി, ഇ സ്റ്റേറ്റ്, 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. കുറച്ച് സെറ്റ് ഓഫ് ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ട്. ഇ ഐ ഡി ഡിറ്റർമിൻസ് ഇ നെയിം, ഇ ഐ ഡി ഡിറ്റർമിൻസ് ഇ സിറ്റി, ഇ ഐ ഡി ഡിറ്റർമിൻസ് ഇ സ്റ്റേറ്റ്, ഇ സിറ്റി ഡിറ്റർമിൻസ് ഇ സ്റ്റേറ്റ്. ഇതിൽ നിന്നും ഇ ഐ ഡിയുടെ ക്ലോഷർ, ഇ നെയിമിൻ്റെ ക്ലോഷർ, ഇ സിറ്റിയുടെ ക്ലോഷർ, ഇത്രയും കണ്ടുപിടിക്കണം. ഇത് വേണ്ടത് നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യനാണ് തന്നേക്കുന്നത്. ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി എൻ്റെ ആൻസർ എന്ത് കിട്ടുന്നു എന്ന് നോക്കുക. എൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് ഇതായിരിക്കും കിട്ടുന്നത്. ഇ ഐ ഡിയുടെ ക്ലോഷർ, ഇ ഐ ഡി, ഇ നെയിം, ഇ സിറ്റി, ഇ സ്റ്റേറ്റ്, 4 ആട്രിബ്യൂട്ട്സും കിട്ടും. അപ്പോൾ ഇ ഐ ഡി എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആണ്. സൂപ്പർ കീ ആണ് എന്ന് നമ്മൾ എഴുതേണ്ട കാര്യമൊന്നുമില്ല. അത് സൂപ്പർ കീ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മളത് എസ് ഓർ നോ എന്നുള്ള ആൻസർ എഴുതി എന്തുകൊണ്ടാണെന്നുള്ള റീസൺ എഴുതേണ്ട കാര്യമുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി കിട്ടുന്ന ആൻസർ ഇത് തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിലേഷൻ ആർ, എ ബി സി ഡി ഇ ആർ ആട്രിബ്യൂട്ട്സ്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത് എ ബി ഡിറ്റർമിൻസ് സി, ബി ഡിറ്റർമിൻസ് ഡി, സി ഡിറ്റർമിൻസ് സി ആൻഡ് ഡി ഡിറ്റർമിൻസ് എ. ഇതിൽ നിന്നും ബി ക്ലോഷർ, സി ഡി ക്ലോഷർ, ബി സി ക്ലോഷർ, ഇത്രയും കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ ഇങ്ങനെ വരും. ഇത് തന്നെയാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. നിങ്ങൾ ക്വസ്റ്റ്യൻ ബാക്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ട് വെരിഫൈ ചെയ്ത് നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, ഇതിനകത്ത് എ ബി സി ഡി 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ് അല്ല, 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എൻ്റെ ആൻസറും തന്നേക്കുകയാണ്. ഈ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഇതാണ് വേണ്ടത്. വീഡിയോ പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ എഴുതിയെടുത്തിട്ടോ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ, ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത്. ചിലപ്പോൾ ഇതിൻ്റെ ക്ലോഷർ ഇതായിരിക്കത്തില്ല, വേറെ ആയിരിക്കും കിട്ടുന്നത്. അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ആക്ച്വലി എ ആൻഡ് ബി എന്ന് പറയുന്നത് ട്രൂ ആണ്, സിയും ഡിയും ഫോൾസ് ആണ്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഇങ്ങനെയല്ല കിട്ടുന്നത്. മറ്റേതിൻ്റെ ആട്രിബ്യൂട്ട്സ് അത് തന്നെയാണ്. ക്ലോഷർ കഴിയുമ്പോൾ ഇത് തന്നെ കിട്ടും. മറ്റേതിൻ്റെ ക്ലോഷർ അവസാനത്തെ സിയുടെയും ഡിയുടെയും ക്ലോഷേഴ്സ് ഇതല്ല. ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തോളുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. കിട്ടുന്നുണ്ടോ നോക്കുക. ഇല്ല എങ്കിൽ പറയണം.
നിങ്ങൾക്കിത് ചെയ്ത് നോക്കി കറക്റ്റായിട്ട് കിട്ടുന്നില്ല എങ്കിൽ അത് ചോദിക്കുക, എന്താണ് നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുന്നത് എന്നുള്ളത് പറഞ്ഞു തരിക. അപ്പം ഞാനത് പറഞ്ഞു തരാം. നമ്മൾ ലാസ്റ്റ് ഈ ക്ലോഷർ കണ്ടുപിടിക്കുന്ന അൽഗോരിതം, അത് മുമ്പ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇതാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ചെയ്ത കാര്യം അറിയാമല്ലോ. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞത് ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടാണ്, അതിൻ്റെ ക്ലോഷർ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് ക്ലോഷർ എന്ന് പറയുന്ന വേരിയബിൾ എക്സ് ആയിട്ട് തന്നെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എക്സിനകത്ത് ഏതെല്ലാം ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അതെല്ലാം എക്സ് ക്ലോഷറിനകത്തും ഉണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യുക. ഞാനതൊരു ടെമ്പററി വേരിയബിൾ ഓൾഡ് എക്സ് ക്ലോഷർ എന്നുള്ള ടെമ്പററി വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഓരോ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും നോക്കും. ഫോർ ഈച്ച് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി y ഡിറ്റർമിൻസ് z ഇൻ എഫ് എന്ന് പറയുന്നതാണ് ആക്ച്വലി സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. അതിനകത്തുള്ള എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസുമായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഈ പറയുന്ന എക്സ്ക്ലോഷറിനകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ് y എങ്കിൽ, അപ്പോൾ y എന്ന് പറയുന്നത് എക്സ്ക്ലോഷറിൻ്റെ സബ്സെറ്റായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഈ z എന്ന് പറയുന്ന കാര്യം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സും ഞാൻ എക്സ്ക്ലോഷറിലോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് വീണ്ടും ചെക്ക് ചെയ്യേണ്ടത് എക്സ്ക്ലോഷറും ഓൾഡ് എക്സ്ക്ലോഷറും സെയിം ആണോ. സെയിം ആണ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും യൂസ് ചെയ്ത് ഫർദർ പുതിയ ആട്രിബ്യൂട്ട്സ് ഒന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും ഇപ്പോഴുള്ള ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്ത് പുതിയ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. കാരണം വേറെ ആട്രിബ്യൂട്ട്സ് ഒന്നും ഇത് യൂസ് ചെയ്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ മീനിങ്. അങ്ങനെ ഓൾറെഡി ഏതെങ്കിലും പുതിയ ഒരു ആട്രിബ്യൂട്ടും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇത് റിപ്പീറ്റ് ചെയ്യുക. അതായത് ചേഞ്ച് വരാത്ത അത്രയും ടൈം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും നേരത്തെ കിട്ടിയ സ്റ്റെപ്പിൽ നിന്നും പുതിയ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. നേരത്തെ നമ്മൾ സ്റ്റെപ്പ് ഓരോന്നും ചെയ്തതുപോലെ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് യൂസ് ചെയ്ത് പുതിയ ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.